പച്ച മാങ്ങ കൊണ്ടിട്ടുള്ള ഒരു സംഭാരം. അതിനാ കണ്ണുകൂട്ടിയാണ് അപ്പ പറയുന്ന ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞോ? ഒരു സ്പെഷ്യൽ സാധനം അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതിന്റെ എങ്ങനെയാണെന്നുള്ളത്. ഓ, ഇത് അപ്പയ്ക്കൊരു വലിയ പണിയാണല്ലോ ഈ കയറിങ്ങനെ. പോകാം. പാഷൻ ഫ്രൂട്ട് ദേ നമ്മുടെ പന്തലിച്ച് തുടങ്ങി. ആ, ഓ ഇന്നിപ്പോ ഇവിടെ തൊട്ടേ വെയിൽ തുടങ്ങിയല്ലോ. പാഷൻ ഫ്രൂട്ടിന്റെ തണ്ടിന് ഏതായാലും ഇല്ലേ വാട്ടയില്ല. ഞാൻ ഓർത്ത് വാടൂന്ന കമ്പിയുടെ ചൂട് കൊണ്ട്, പക്ഷെ വാടിയിട്ടില്ല കേട്ടോ. അപ്പൊ മാവിന്റെ ചുവട്ടിലാ നിക്കണേ. തൈ മൂവാണ്ടന്റെ എന്തിനാന്നല്ല പിടിയുണ്ടോ? ഇല്ല, ചമ്മന്തിക്കല്ല. ചമ്മന്തി ഇപ്പൊ ഓൾറെഡി ഉണ്ടാക്കി. കൊണ്ടാട്ടൻ ചമ്മന്തി ഉണ്ട്. ഏറ്റവും അടി കിടക്കണ ഒരെണ്ണം അങ്ങ് പറിക്കുന്നു. ഒരു ഉദ്ദേശമുണ്ട്. ഏറ്റവും അടി കിടക്കണതാകുമ്പോ ചിലപ്പോ പതുക്കെ ചെനപ്പ് പോലെ ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ചെനപ്പ് പോലെയുള്ളതാണെങ്കിൽ ഈ ഉണ്ടാക്കണതിന് ടേസ്റ്റ് കൂടും. വേനൽക്കാല ഡ്രിങ്ക്. ഓ, പച്ച മാങ്ങ കൊണ്ടിട്ടുള്ള ഒരു സംഭാരം. ഓക്കെ, ഇതുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഏതാ ഇത്? സോഡ ഇല്ലല്ലേ? സോഡ ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഇന്ന് ഇതിന്റെ ഉദ്ദേശം അല്ലായിരുന്നു ഇരുന്നത്. പക്ഷെ പെട്ടെന്നാ ചേഞ്ച് ആയത് ഇതിലേക്ക്. ഇപ്പൊ വേനൽ കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഉപയോഗം ഇല്ലല്ലോ. അപ്പൊ മാങ്ങി ഒരെണ്ണം പറിച്ചിത് ചെയ്യാന്ന് കരുതി. ഇനിയിപ്പൊ നട്ടുച്ചയ്ക്ക് സോഡ മേടിക്കാൻ പറഞ്ഞാൽ ശരിയാവൂല. അത് കാരണം നമുക്ക് സോഡ ഇല്ലാതെ തന്നെ അങ്ങ് ചെയ്യാം കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ചെയ്തു, ഇഷ്ടം പോലെ ചെയ്യണതാ. ചെമ്പരത്തി നോക്കിക്കേ, ഇല കാണാതെ പൂവിട്ട് നിൽക്കുന്നു. ആഴ്ചയിൽ 1-2 ഇച്ചിരി വെള്ളം ഒഴിക്കാറുണ്ട്. ഓരോ ബക്കറ്റ് കൊണ്ട് ഒഴിക്കും. ഭയങ്കര വെയിലല്ലേ, വെയിൽ കൊണ്ട് അത് പൂക്കണത്. ആ കട്ട ഇത് ചെമ്പരത്തി പോയി അവിടെ നിന്ന്. ഇനിയിപ്പോ ദക്ഷിണമൂമ്മയുടെ അവിടെ ഉണ്ട്. മഴ പിടിക്കുമ്പോ കൊണ്ടേ കൊമ്പ് കുത്താം നമുക്ക്. ഈസ്റ്റർ ലില്ലി പൂത്ത് കാണാൻ നല്ല ഭംഗിയാണ്. ചേച്ചി നാളെ അവിടെ ചെന്നപ്പോ പറഞ്ഞു, ദേ ലിനോ ചേച്ചി എനിക്ക് തന്നു വിട്ടതേ ഒരു ബക്കറ്റിൽ വെച്ച് വെച്ച് നിറച്ചിങ്ങനെ വിസ്തൃതമായിട്ട് നിൽക്കണം. അപ്പൊ നമുക്കൊരു മാങ്ങ പറിക്കാം. ഇവിടെ നിന്ന് പറിക്കാം, ഈസി ആയിട്ട് പറിക്കാം. വീട്ടാ കയറണ്ട. ഇത് പറിക്കാം. പറിക്കാൻ തോന്നണില്ല. ഒരെണ്ണം പറിക്കിയതായാലും മറ്റേതും കൂടെ പോരരുത് കേട്ടോ. അതിനാ കണ്ണുകൂട്ടിയാണ്. നല്ല ചെനമണം. ചെനച്ചിട്ടുണ്ടോ? മൂത്തിട്ടുണ്ട് നന്നായിട്ട്. ഈ ഇങ്ങനെ മൂത്ത് വരുമ്പോ കളർ ചേഞ്ച് വരില്ലേ? ഞാൻ പറയാം, ഇതിന്റെ കണ്ടോ കളർ ചേഞ്ച്, മറ്റേതിന്റെ കണ്ടോ തനി കളർ. ശരിക്കും ഡാർക്ക് ഇതിലേക്ക്. അതെ 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 അതെ, ഇത് നിങ്ങൾക്ക് മണക്കാനായിട്ടോ. ചെനയോടുകൂടി എത്ര ടൈപ്പ് മാവുള്ള വീടാ ഇവിടെ. കിളിച്ചുണ്ടൻ, മൂവാണ്ടൻ, പോളച്ചിറ, സേലം, അൽഫോൻസ, പ്രിയോര്, മണമുള്ള ചപ്പി കുടിക്കണ മാങ്ങ, അതിന്റെ പേരറിയില്ല. പിന്നെ ഒരു പച്ച നീളത്തിലുള്ള മാങ്ങ ഉണ്ടായിരുന്നു. അതൊക്കെ അതിൽ പല മാവുകളും കാലഹരണപ്പെട്ട് പോയി. വെട്ടി കൊടുത്തതൊന്നും അല്ല, അത് നിന്ന് തന്നെ ഉണങ്ങി ഇത്തിക്കണ്ണിയൊക്കെ കയറി വർഷങ്ങൾ പഴക്കം. അപ്പച്ചൻ്റെ കാലത്തുള്ള 40-45 വർഷം ഒക്കെ പഴക്കമുള്ള മാവായിരുന്നു. ഒട്ടുമാവുകളാണ്. അതുകൊണ്ട് അതെല്ലാം ഒരു പീരീഡ് ആകുമ്പോൾ അതൊക്കെ കാലഹരണപ്പെട്ട് പോകും. കുറേ മാവുകൾ നിൽക്കണുണ്ട്, പക്ഷെ അതിലൊന്നും മാങ്ങയില്ല. മൂവാണ്ടനയിൽ കുറച്ചുണ്ടാവും. പിന്നെ നാട്ടുമാവേല് ഒന്നിടവിട്ട വർഷം ഉണ്ടാവുള്ളൂ. ഈ വർഷം ഇല്ല കേട്ടോ. അത് നല്ല മാങ്ങ. ആ മാങ്ങയെ മാമ്പഴ പായസത്തിന്റെ നല്ല മാങ്ങയത്. അപ്പൊ ഈ മാങ്ങ വെച്ച് നമുക്കൊരു പരിപാടി ചെയ്യാം കേട്ടോ. കാന്താരിമുളക് കാന്താരിമുളകുകളെല്ലാം അപ്പ പറയുന്ന ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ നിലനിർത്താനായിട്ട് വെള്ളം ഒഴിച്ചെടുക്കുക. ഇതിപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണ് വളം വെട്ടി താങ്ങി നല്ല ജോറായിട്ട് ആരോഗ്യത്തിൽ വരുമ്പോൾ നിങ്ങളെ ഫലഭൂഷ്ടിയായിട്ട് അതിനൊക്കെ കാണിക്കാം. ഇപ്പൊ എല്ലാം ഇങ്ങനെ ശോഷിച്ച് നിൽക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കണോണ്ട് നശിച്ചു പോണില്ല എന്ന് മാത്രം. പക്ഷെ പടിഞ്ഞാറ് വശത്തൊക്കെ നിൽക്കണതിന് ഭയങ്കര വെയിലേറാം. 2 നേരം വെള്ളം ഒഴിക്കും. വെയിൽ ഭയങ്കര വെയിലല്ലേ, മനുഷ്യനെ തന്നെ താങ്ങാൻ പറ്റുന്നില്ല വെയിലല്ലേ. വല്ലാത്ത അവസ്ഥ തന്നെയാ. ഞാൻ ആദ്യമായിട്ടാണ് കൊച്ചെ നമ്മുടെ ഇരുമ്പുളിയില് പൂവുണ്ടായി കരിയണ കാണണം. കരിഞ്ഞു നിക്കണ പൂ. കാശാവിന്റെ പൂന്നാള് പിടിച്ചില്ലേ, അതൊന്നും വിരിയണില്ല. മറ്റേ തണ്ടയില് നിറച്ചിങ്ങനെ ഉണ്ടായി നല്ല ഭംഗിയായിട്ട് നിക്കണതാ. അപ്പൊ നമുക്ക് അകത്തേക്ക് പോകാം. ഓക്കേ, ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടെ വന്ന് കുടിക്കാം. അത് കുടിക്കാം. ഇത് കാണിക്കാം, നിങ്ങൾ ഉണ്ടാക്കണ വീഡിയോ കാണിക്കാം.
ഉപ്പും മുളകും ഉണ്ടല്ലോ, അത് നാളെ ചെയ്യാനില്ലേ. മാങ്ങ ഈ കുറ്റി എന്തിനാ? കയറ് കെട്ടിയാണോ അളക്കാൻ പോണേ? ഓ, എന്നിട്ട് മരങ്ങൾ ഏതൊക്കെയാണ് അങ്ങോട്ടൊക്കെയാണ് ഉള്ളതറിയാൻ പറ്റും. ആ ചേട്ടൻ വന്നോ? എപ്പോഴാ വരിക? ചൂടുണ്ടോ? അപ്പയുടെ വാട്ടായി ഈറ്റിനിടെ കാണണമെന്ന് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പയുടെ സ്ലോ മോഷൻ എടുത്ത് വൈകുന്നേരം മടുപ്പായി ചൂർച്ചിൽ കുളിച്ചു. നമ്മൾ പറിച്ച മാങ്ങ കൊണ്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാം. തൊണ്ടി എത്തട്ടെ കേട്ടോ. തൊണ്ടി എത്താതെ മാങ്ങ അടിച്ചെടുക്കാം. പക്ഷെ എനിക്ക് തൊണ്ടി എത്തണതാ ഇഷ്ടം. അതുകൊണ്ട് മുറ്റത്തേക്ക് ഇതേ മാവിന്റെ അങ്ങോട്ട് തന്നെ തൊണ്ടി എത്തിയിടാം. അതെ, ഞാൻ കാണിച്ചു തരാം. ഇതിന് പുറത്തേക്ക് അങ്ങ് ചെത്തിയിടാം കേട്ടോ. ഒരു മാങ്ങയല്ലേ ഉള്ളൂ. അതെ, മാവിന്റെ ചോട് തന്നെ ഏറ്റുവാങ്ങട്ടെ. ചോടല്ല എങ്കിലും ഇത് പഴുത്തോ? ഇത് പഴുത്തല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇത് വേണ്ട, ഇത് പച്ച പറിക്കാം. ഇത് പഴുത്ത നാളെ തിന്നാം. പക്ഷെ ഇനി മൂക്ക് ചെത്തിയ സ്ഥിതിക്ക് ചീത്തയാവോ? ഇല്ല അല്ലേ? മൂക്ക് ചുറ്റി ഏതെങ്കിലും ചീത്തയാവോ? ഒരെണ്ണം പറിക്കട്ടെ പച്ച. ഇനി നമുക്ക് മൂളി കിടക്കണം പറിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെനച്ചതായിരിക്കും താഴത്തെ. ഒരെണ്ണം പറിച്ചെടുക്കാം കേട്ടോ. പറിച്ച് കഴുകിയേക്ക് അങ്ങനെ ചേർത്താം. എന്നാ പിന്നെ കഴുകിക്കൊണ്ട് വരാം. അപ്പൊ നോക്കണ്ട് അമ്മ. ആണോ? ഓ, പിന്നെ ചക്കയില്ലേ, അങ്ങനെ നന്നായിട്ട് വിളഞ്ഞതാണെങ്കിൽ വിളഞ്ഞും കട്ടയാവൂല, ലിക്വിഡ് ഫോമിലായിരിക്കും. ഓ, അത് ശരി. അമ്മച്ചി എപ്പോഴും പറഞ്ഞ, ഞാൻ ഇവിടെ വന്ന പിന്നെ കേട്ടേക്കണത്. അയ്യോ, ഇതിന്റെ ചറം ഇങ്ങനെ വെള്ളം പോലെയാണെങ്കിൽ അത് ചെനച്ചതാണെന്നാണ് മീൻ. നന്നായിട്ട് മൂത്തതാണ്, ചെനപ്പ് വീഴും അന്നേരത്തേക്കും. കുഴപ്പമില്ല, ഇത് എത്താം. എന്നാന്ന് വെച്ചാ കുറച്ച് പുളിപ്പുണ്ടാവും. ഇതും ചെനച്ചു, പക്ഷെ മറ്റേതുപോലെ ആയില്ല. അടിയിൽ കിടക്കണ ചെനച്ചു. മറ്റേത് അടിയിൽ കിടക്കണമെങ്കിൽ നമുക്ക് പറിച്ചു വെക്കാം കേട്ടോ. അമ്മച്ചിക്ക് നല്ല ഐഡിയ. അത് പിന്നെ റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് അല്ലേ. അവർ ഈ പഴമയുള്ള ആൾ. ഇത് കുഴപ്പമില്ലാത്ത, മറ്റേത് നല്ല ചെനപ്പായി. മറ്റേ നാളത്തേക്ക് തിന്നാം. അതിന്റെ ജോഡിയും കൂടെ പറിച്ചെടുക്കണം. താഴത്ത് നിന്നാൽ വീഴും ചിലപ്പോൾ. പറിച്ചു വെക്കാം. അതെന്നാന്നറിയാമോ? തൊലി ചെത്തുവാ നല്ലത്. എനിക്ക് തൊലിയോട് കൂടിയൊരു സംഭാരം അടിച്ച ഒരു സുഖമില്ല. കളറും കാര്യം പച്ച നിറം, അത് വേണ്ട. വേനൽക്കാലത്ത് ശരിക്കും കുടിക്കാൻ പറ്റിയ ഇതാ അല്ലേ? അതെ അതെ അതെ. വേനൽക്കാലത്ത് ഇപ്പൊ എന്ത് കുടിച്ചാലും മതിയാവില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. ഞാനാണെങ്കിൽ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെള്ളം വെച്ചേച്ച് അതേപടി കുടിക്കുന്നതുകൊണ്ട് ഓരോരുത്തരും എന്നോട് ചോദിക്കും കുഴപ്പമൊന്നുമില്ലെന്ന്. അപ്പൊ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഗംബൂട്ട്. ബിക്കോസ് അതിന്റെ പർപ്പസ് എന്തൊക്കെയാണ്? പാമ്പ് കടിച്ചാലും പ്രധാനമായിട്ട് ഏൽക്കില്ല അല്ലേ? ആണോ? PVC അല്ലേ? ഇത് പാരഗണ അല്ലേ? ഇതിന് എന്ത് വിലയായി മേടിച്ചപ്പോ?
പണ്ടൊക്കെ ഉണ്ടല്ലോ പറമ്പിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു 3 മണിയൊക്കെ കഴിയുമ്പോൾ ആ ഉച്ചവെയിലിൻ്റെ തീക്ഷ്ണതയൊന്ന് കുറയായിരുന്നു. ഇപ്പം ആയി കഴിഞ്ഞപ്പോഴേക്കും 5 മണി ആകുമ്പോഴും നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പറമ്പിലേക്ക് ഇറങ്ങാൻ, ആ ചൂടിൻ്റെ തീക്ഷ്ണത കൊണ്ടേ. മണ്ണുണ്ടോ അതിൻ്റെ ഉള്ളിൽ? ഏറ്റവും പ്രധാനം കോലാണ്. അത് എന്നാന്നോടി കാല് ഇതായിട്ടിരിക്കൂല, അതിലേക്ക് ഇതില്ലേ കാലയിലേക്ക് ജസ്റ്റ് മുട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇറിറ്റേഷൻ ഊരാൻ പറ്റൂല്ലോ. അങ്ങനെ വള്ളിച്ചെരുപ്പ് പോലെയല്ലല്ലോ. ഇത് 11 വേണ്ടതായിരുന്നു, പക്ഷെ 11 അവിടെ ഇല്ല. ഓ, 10 ആണോ? 10 ആയതുകൊണ്ട് ഭയങ്കര ടൈറ്റാ. പക്ഷെ 11 ആവുമ്പോ ലൂസ് ആവൂലേ? ലൂസ് വേണം, ഇച്ചിരി ലൂസ് വേണം. ലൂസ് വേണം. ഞാനിവിടെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് അമ്മ പോയേക്കട കേട്ടോ. കാന്താരിമുളക് എല്ലാം മുരടിച്ചു. നാളെ വേണമെങ്കിൽ ഒന്ന് പടം പിടിച്ചു. 2 നേരവും വെള്ളം ഒഴിക്കണോണ്ട് അവർ ജീവൻ അപ്പയുടെ ഭാഷയിൽ നിലനിർത്തി പോരുവാ. കാരണം മഴ പെയ്യാതെ വളയിടാൻ നിവൃത്തിയില്ല. നല്ല മുളകുകളാ നിക്കണത്, പക്ഷെ മുളക് ഉണ്ടാവണമെങ്കിലും ആരോഗ്യം വെക്കണമെങ്കിലും തണുത്ത മഴ പെയ്യണം. അപ്പൊ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇതേ അതൊന്നോടെ ഒന്ന് ചെറുതാക്കിയേക്കാം. 2 ദളം ചുവന്നുള്ളി, അത് മതി കേട്ടോ. പിന്നെ ഉപ്പ്, 1 തണ്ട് കറിവേപ്പില, ഇത് ചേർത്ത് സ്വല്പം വെള്ളം ഒഴിച്ച് ആദ്യം അങ്ങ് അരയ്ക്കണം. കാണിച്ചു തരാം. സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അരയ്ക്കാന്നാ ഇച്ചിരി വെള്ളം ഉണ്ടേ. മുളക് ആവശ്യത്തിന്, മുളക് കൂടുതൽ വേണ്ടവർക്ക് ഇഞ്ചിയും മുളകും ഉള്ളിയൊക്കെ ചേർക്കാട്ടോ. ഞങ്ങൾക്ക് ഇത് മതി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഉപ്പ് കുറവുണ്ടെങ്കിൽ വെള്ളം മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആക്കാം കുടിക്കാൻ നേരത്തെ കേട്ടോ. ഇനി നമ്മൾ ഇത് അരച്ചു കഴിഞ്ഞിട്ടില്ലേ, തണുത്ത വെള്ളം ഒഴിച്ച് മിക്സിങ് ആക്കി വെച്ച് അരിച്ചെടുക്കും. കാണിച്ചു തരാം. ആദ്യം അരച്ചിങ്ങെടുക്കണം, അപ്പൊ പുറത്തുപോയി വരുമ്പോ കുടിക്കാൻ കൊടുക്കാം. അരച്ചതിലേക്കില്ലേ ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ച്, അല്ലെങ്കിൽ അരിക്കാൻ പറ്റും. വേറെ ഒന്നും ചെയ്തില്ല. ആ വെള്ളത്തില് മാങ്ങയും ഉള്ളിയും ഉപ്പും ഇഞ്ചിയും വേപ്പിലും എല്ലാം ഇട്ട് അരച്ചു. എന്നിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചത് അരിച്ചെടുക്കാൻ. അരിച്ചതിന് ശേഷം നമുക്ക് കുടിക്കുമ്പോൾ ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. അന്നേരം നിങ്ങളെ കാണിക്കും. തണുപ്പിക്കാൻ വെക്കണം. തണുക്കാതെ കുടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ചൂട് എന്റെ പൊന്നെ, ഞാനില്ലേ ചൂട് കൊണ്ടില്ലേ ജീവിതം സുല്ലിട്ടു. എല്ലാരും അങ്ങനെയായിരിക്കും, ഞാൻ മാത്രല്ല കേട്ടോ. ഞാൻ എന്റെ അനുഭവം പറഞ്ഞതാ. അത് കഴിഞ്ഞ് നമുക്ക് പറമ്പിട്ട് പോവാം അപ്പയുടെ കൂടെ. 1 മിനിറ്റ് സ്പൂൺ എടുത്ത് വെക്കട്ടെ. ചിലപ്പോൾ ഈ പാത്രം ഇങ്ങനെ വെച്ചതെന്നാന്ന് വെച്ചാൽ അരിപ്പ വലുതായതുകൊണ്ട് ചിലപ്പോൾ ലീക്കേജ് വരും. പുറത്തേക്ക് സാധനം വീഴാൻ പാടില്ല അതിന്. അത് ശരിയാ. അതുകൊണ്ടാ പാത്രം അടിയിൽ വെച്ച് അതിലേക്കല്ലേ വീട്ടുള്ളൂ. നാളെ തണ്ണിമത്തനെ അരിച്ചപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റി. ഒരിക്കലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ പിന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാലോ. അരിക്കണമെന്ന് നിർബന്ധമല്ല. അല്ല, അരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഈ കാമ്പ് ഇങ്ങനെ കിടന്ന ഒരു സുഖമില്ല. ഇങ്ങനെ സിറപ്പ് കുടിക്കണ്ട. കാമ്പ് കിടക്കണത് പഴുപ്പ് ഇഷ്ടമുള്ളവർക്കിടാം. അരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഞാൻ അരിച്ചെന്നേ ഉള്ളൂ. മാക്സിമം ഇത് സത്തിങ്ങി എടുക്കാം കേട്ടോ. ഇപ്പൊ നല്ല തെളിഞ്ഞിരിക്കും. അതിന് ഞാൻ കാണിക്കാം. ചില്ലി ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോ കാണാം. അതല്ലേ നല്ലത്. കപ്പിലൊന്ന് കാണിക്കാം. കൊച്ചു കപ്പിലേക്ക് ഒഴിച്ച് വെച്ചാൽ മതി. വലിയ കപ്പ് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല. കാണിച്ചു തരാം കേട്ടോ. ഇത്ര ആകുമ്പോൾ ഇതുപോലെ ചമ്മന്തി അരിക്കുന്നവർക്ക് എടുക്കാൻ വേണമെങ്കിൽ. എന്നാന്ന് വെച്ചാൽ വേസ്റ്റ് അല്ല ഇത്. ശരിക്കും വേസ്റ്റ് അല്ല, കുടിക്കാൻ ഇതിനു വേണ്ടി എടുത്തത്. ക്ലിയർ ആയിട്ട് കിട്ടിയുണ്ടോ? ഈ കുടിക്കാൻ എടുക്കുമ്പോഴേ ഇങ്ങനെ കൊന്തൊന്നാരും പാടില്ല. അതുകൊണ്ടാണ് അരിച്ചത്. അപ്പൊ നമുക്ക് കൊച്ചു കപ്പിലേക്ക് ഒഴിക്കാം. ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് ഈ കപ്പോട് കൂടി, സ്റ്റീൽ കൊച്ചു കപ്പോട് കൂടി മൂടി വെച്ചേച്ച് പോകാം. ഐസ് ടീയുടെ കട്ടൻ ചായ അതിൽ ഇരിപ്പുണ്ടെന്ന് കുടിക്കേണ്ടവർക്ക് അത് കുടിക്കാം. എന്നാന്ന് വെച്ചാൽ ഞങ്ങള് നിനക്കും കാറ്റ് കിട്ടിക്കോട്ടെ. ഞങ്ങള് എല്ലാവരും അടുത്ത് വെള്ളം കുടിച്ചും തണുത്തത് കുടിച്ചും ഒരുത്തി കോൾഡ് കോഫി എനിക്ക് ഇഷ്ടമല്ല. ഈ കാപ്പി ദരിദ്ര ചെന്ന ശരീരത്തിന് ചൂടാവുന്നു. അപ്പൊ അത് കാരണം അങ്ങനെ മടുത്തു. അപ്പൊ ഓരോരോ വെറൈറ്റി ഡിഷ് ഉണ്ടാക്കുക. തണ്ണിമത്തൻ ജ്യൂസ്, തണ്ണിമത്തൻ റോ ഫോമിൽ. തണ്ണിമത്തനൊക്കെ ഞാൻ മറന്നു, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടണില്ല. അപ്പഴേ അത് തണുപ്പാന്നാ പറയുന്നത്. കഴിച്ചാ ഞാൻ അധികം കഴിക്കാറില്ല. അത് കഴിച്ചാലും ദാഹം. ഞാൻ എപ്പോഴും തണുത്ത വെള്ളം കുടിച്ചോണ്ടിരിക്കുക. പിന്നെ രാത്രി 12 മണിക്ക് ശേഷം കുളിക്കും. ആരെങ്കിലും കേട്ടാ ഓർക്കും ഒരോളാണ്. കാരണം ഊണ് കഴിഞ്ഞ് കുളിക്കാൻ പാടില്ലെന്നല്ലേ പഴയ ആൾക്കാരൊക്കെ പറയണേ. പക്ഷെ നിവൃത്തിയില്ല. അതുകൊണ്ടാ. അപ്പൊ നമുക്കിത് വെച്ചേച്ച് നമുക്ക് പറമ്പിലൊന്ന് പോയേച്ച് വരാം. ഞാൻ കപ്പെടുത്തോണ്ട് വരട്ടെ. ഓക്കെ. എന്തോരും അപ്പൊ വേർത്ത് കുളിച്ച് വന്നത്. ഞാൻ ഒന്നോടെ കുളിക്കുന്നു. അമ്മയ്ക്ക് പിന്നെ ഡെയിലി 3-4 തവണ കുളിയുണ്ട്. ഞാൻ
കണ്ടമാനം വേർത്തു. അപ്പൊ എന്തോരോ വേർത്തിരിക്കണെന്ന് നോക്കി. ഇന്നത്തെ പണി കഴിഞ്ഞോ? ബാക്കിയുണ്ട് അതിന്, പക്ഷെ ഗംബൂട്ട് ആവശ്യമില്ല. വേർത്ത് കുളിച്ചല്ലോ. ഒരു സ്പെഷ്യൽ സാധനം അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പച്ചമാങ്ങ സംഭാരം. ഇത് പിടിച്ചു നോക്കി, ഇതിന്റെ ലൈറ്റ്നെസ്. ആ ഇത് വളരെ ലൈറ്റ് ആട്ടോ. അതെ 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 അതെ. 520 രൂപ 480 രൂപ കൊടുത്തു. അത് അവിടെ ചെന്നപ്പോ നിങ്ങളെയൊക്കെ കാര്യം ചോദിച്ചു. ഇനിയുള്ള പണിക്ക് അപ്പൊ ഗംബൂട്ട് വേണ്ടേ? നീ സംഭാരം കുടിക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ ഞങ്ങൾ പറമ്പിൽ പോയതാ. അപ്പൊ ഈ കപ്പിലാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. അത് വലിയ കപ്പിലേക്ക് മാറ്റി. എന്നിട്ട് ആ കപ്പ് കഴുകാതെ തണുത്ത വെള്ളം ഒഴിച്ചത് കൊണ്ടാണ് ആ കപ്പിൽ ഇതിന്റെ അംശം ഇരുന്നത് കൊണ്ടാണ് ഈ കളർ വന്നത്. മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെ ഒരു ലൈം ജ്യൂസിന്റെ കളർ പോലെ. അതെ, തണുത്ത വെള്ളം വേണമെന്നുള്ളവർക്ക് തണുത്ത വെള്ളം. ഈ കൊടും ചൂടത്ത് തണുത്ത വെള്ളം ഒഴിക്കണല്ലേ നല്ലതാണ്. ഐസ് ഇട്ട് കഴിക്കണമെന്നുള്ളവർക്ക് ഐസ് ഇട്ട് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും ആവാം കേട്ടോ. അപ്പൊ ഞാനൊന്ന് നോക്കട്ടെ ഉപ്പ് വരും പുളിയൊക്കെ കേട്ടോ. നല്ലതാ. ഇച്ചിരി ഉപ്പ് വേണം. ഇതിന്റെ കൂടെ മോര ഒഴിക്കൂല അല്ലേ? ഇല്ല ഇല്ല ഇല്ല. ഞാൻ വിചാരിച്ചു മോരൊക്കെ ഒഴിക്കുമെന്ന്. അമ്മ രാവിലെ തൊട്ട് മാങ്ങാ സംഭാരം ഉണ്ടാക്കാന്ന് പറഞ്ഞ് നടന്നപ്പോ ഞാൻ വിചാരിച്ചു ഇതിന്റെ കൂടെ എന്നാ മോര ഒഴിക്കുമെന്ന്. ഇനി മാങ്ങാമോരുണ്ട്, ഒരു ദിവസം അത് ചെയ്യാം. കറിക്ക് അത് മാങ്ങ ചതച്ച് മോരിലേക്ക് ചേർത്ത് ചോറിൽ ഒഴിച്ചുകൊണ്ടാണ്. അത് കാണിച്ചു തരാം കേട്ടോ. ചെയ്യാം നമുക്ക്. ഇപ്പൊ നോക്കട്ടെ കേട്ടോ. ഇപ്പൊ ഉപ്പ് പാകമായിരിക്കും. നല്ല ചില്ലുടായിരിക്കണം. ഇത് ചില്ലുടായിരിക്കുകയും ചെയ്യണം. ഐസ് ക്യൂബും ചേർക്കണം. അതെ, നല്ലതാ. വെരി ടേസ്റ്റി. അതെ, ഞാൻ അപ്പയ്ക്ക് കൊടുക്കാം. ഇച്ചിരി വെള്ളം ഒഴിക്കണം. എന്നാന്ന് വെച്ചാൽ മാങ്ങയുടെ നല്ല ടേസ്റ്റ്. ഇച്ചിരി ഡൈലൂട്ടാക്കണം എപ്പോഴും നല്ലത് കൂട്ടാ. ഇത്തവണ പണിക്ക് അപ്പ പോയപ്പോ അമ്മയും കൂടെ പോയി സഹായിക്കാൻ അല്ലേ? ഞാൻ സഹായിക്കാനൊന്നും പോയില്ല. ഞാൻ വെറുതെ കാണാൻ പോയത് അവിടെ. 2 കയറുകെട്ട പണിയൊക്കെ ആയിരുന്നു. അപ്പൊ കൂടെ ഒന്ന് ചെന്നതാ വെറുതെ. ഒഴിക്കട്ടെ, ഉപ്പ് മതിയാവും. ബാക്കിയുള്ളത് നിനക്കൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് നിനക്കും തരാം. അതെ, മതി. കറക്റ്റാ, എല്ലാം പാകായി. അമ്മയെ ഒരു ഗ്ലാസ്സിൽ കുടിച്ചോ? ഒഴിക്കുവാണെ ഒഴിച്ചിട്ട് പിടിക്കാം. കണ്ണ് കാണാൻ മേലാൻ മാറ്റാം. ഒഴിച്ചോട്ടെ. കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതിന്റെ എങ്ങനെയാണെന്നുള്ളത്. അടിപൊളി. നിനക്ക് ഐസ് ക്യൂബ് ഇടണോ? ഇട്ടേക്കാം. അപ്പയ്ക്ക് ഇടണ്ട. അപ്പയ്ക്ക് ആദ്യം കൊടുക്കാം. അതെന്റെ ഞാൻ കുടിച്ചോളാം. അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാലോ. എന്നാ ഞാനിത് കപ്പിലേക്ക് പകർത്താം. ചെറുതിലേക്ക് പകർത്താം. ഐസ് ക്യൂബ് ഇട്ട് കഴിക്കണം കേട്ടോ. അത്രയുണ്ട്. ഞാനൊരു കാര്യം ചെയ്യട്ടെ. അമ്മ അത് കുടിച്ചോ? നമുക്ക് പകുതി പകുതി കുടിക്കാം. മുഴുവനും എനിക്ക് വേണ്ട. എനിക്ക് ഐസ് ക്യൂബ് ഇട്ട് വേണം. അപ്പൊ ഇത് കൊടുത്തേച്ച് വരാം. അതെ. അപ്പൊ വീണ്ടും പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പയ്ക്ക് ക്ഷീണിച്ചിരിക്കുന്ന അപ്പയ്ക്ക് ഒരു തണുപ്പ് കിട്ടാൻ, തണുപ്പുമായി അമ്മ ആകതയായി. നല്ലതാ, നല്ല ടേസ്റ്റ്. അപ്പയ്ക്ക് ഇഷ്ടപ്പെടും. അപ്പയ്ക്ക് ആയതുകൊണ്ട് ഐസ് ക്യൂബ് ഇട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ തണുപ്പ് കൂടിയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഇത് അപ്പയ്ക്കൊരു വലിയ പണിയാണല്ലോ ഈ കയറിങ്ങനെ. നാളെ ചെയ്യാം. ഇതാദ്യം കുടിച്ചോ, ഒരു ഉണർവ് കിട്ടട്ടെ. ഞാൻ ചെടി മാറ്റി വയ്ക്കാം. എൻ്റെ ചെടി ഇല്ലെങ്കിൽ ചിലപ്പോൾ ബാലൻസ് ഉണ്ടാവുമോ. ആ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്നാണോ വൈകുന്നേരം? ഇതാ അത് അവര് എന്തോ കാണിച്ച് ഓരോരോ ഫോൾഡായിട്ട് വെച്ചിരുന്ന, പക്ഷെ കഴിച്ചപ്പോ അതെല്ലാം കിട്ടും. കുടിച്ചു നോക്കിയേ. ഞാനത് മാറ്റിക്കോളാം. കുടിച്ചു നോക്കിയേ. അപ്പൊ ഒറ്റ വലിക്കാണല്ലോ കുടിക്കണേ. എങ്ങനെയുണ്ട്? ഉപ്പ് കുറവുണ്ടെന്ന്. പണി കഴിഞ്ഞ് വരുമ്പോ കഴിക്കാൻ അടിപൊളിയല്ലേ? ഒരു കാന്താരി ഇട്ടോളൂ. 2 കാന്താരി. എരിവ് അതിന്റെ ആവശ്യമില്ല. എരിവ് ഒരു ബോറാ. നമ്മുടെ വയറ് കളയാന്നുള്ളതല്ലാതെ എരിവിന് കാര്യമില്ല. ഇപ്പൊ ചിലര് കണ്ടിട്ടില്ലേ, കല്യാണത്തിന് റിസപ്ഷന് പോകുമ്പോ കാന്താരി ചേർത്തിട്ടുള്ള ചില്ലി കാന്താരി.
ഭയങ്കര ഡേഞ്ചറസ്. അതങ്ങാൻ മിക്കവാറും വെറും വയറ്റിലായിരിക്കും കഴിക്കണത്. സോ ഡേഞ്ചറസ്. ഒരിക്കലും കഴിക്കരുത് അത്. ഇങ്ങനെയുണ്ട് ഇതിന്റെ അഭിപ്രായം. ഇച്ചിരി ഉപ്പ് കുറവാണോ? ഈ ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ വീണ്ടും കഠിനമായ പണി തുടരുകയാണ്. ആ അണ്ണാൻ ഇന്ന് ഐസ് കൊടുത്തില്ലല്ലോ, മറന്നുപോയി. മറന്നല്ല, സമയം കിട്ടിയില്ല. ഇനി മാങ്ങാ സംഭാരം കുടിക്കാൻ പോണ ഞാനാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. സത്യമാണ്, വളരെ റിഫ്രഷിംഗ് ആണ്. ഐസ് ടീ കഴിഞ്ഞാൽ ഈ സമ്മർ കാലത്തെ ഏറ്റവും റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഈ ഒരു ഐറ്റാണ്. ഐസ് ടീ കഴിഞ്ഞിട്ട് കേട്ടോ. ഐസ് ടീക്കാണ് ഞാൻ ഫസ്റ്റ് പ്ലേസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് കോൾഡ് കോഫി വരുന്നുള്ളൂ കേട്ടോ. കോൾഡ് കോഫി റിഫ്രഷിംഗ് ആണ്, നമുക്കൊരു തണുപ്പൊക്കെ കിട്ടും. ബട്ട് ഇതിൽ നിന്നൊക്കെ ഒരു എനർജി കിട്ടുന്ന ഒരു ഫീലിംഗ് വരാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എനിവേസ് നല്ലതാണ്, ട്രൈ ചെയ്ത് നോക്കാൻ തീർച്ചയായിട്ടും. ഫ്രഷ് മാങ്ങയാണെങ്കിൽ സൂപ്പറായിരിക്കും. എരിവൊക്കെ നല്ല പാകമാണ്, അതാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. ഒട്ടും കൂടുതലില്ല. ഉപ്പ് ഞാൻ ഇത്തിരി കൂടി ആഡ് ചെയ്തു. ഇല്ലേലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നല്ല സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. നല്ല വെയിലത്തു നിന്നൊക്കെ നമ്മൾ കയറി വരുമ്പോൾ ഇതൊരെണ്ണം കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സുഖം കിട്ടും.